Namaskaram, my dear ones. This is Nishant Raghunath here, and welcome to a new video from Kaidu. റൈറ്റ്, അപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. പ്രതീക്ഷിച്ച പോലെ എളുപ്പമായിരുന്നു ചില പേപ്പേഴ്സ്, പ്രതീക്ഷിച്ചതിനേക്കാൾ എളുപ്പമായിരുന്നു ചില പേപ്പേഴ്സ്. പക്ഷെ ചില പേപ്പേഴ്സ് അപ്രതീക്ഷിതമായി ടഫായി. ഇപ്പൊ ഇന്റർമീഡിയറ്റിന്റെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ ആണ്. അപ്പൊ ഇന്റർമീഡിയറ്റിന്റെ കാര്യം പറയാം. ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സെക്കൻഡ് ഗ്രൂപ്പിലെ കുറച്ചധികം പണിയായിരുന്നു. അതായത് കഴിഞ്ഞ കൊല്ലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ വെച്ച് നോക്കുമ്പോൾ, റിവിഷണറി ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കുറച്ച് പ്രശ്നമായിരുന്നു. ഇത്രയും ടഫ് ആയിരുന്നില്ല പേപ്പർ. അത് ഇങ്ങനെ സത്യം പറഞ്ഞ് ടഫ് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം നമ്മുടെ എക്സാമിൽ ഒന്നും ടഫ് അല്ല. നമ്മുടെ എക്സാമിൽ വി ഷുഡ് എക്സ്പെക്ട് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ബട്ട് കമ്പയർ ടു അവർ യൂഷ്വൽ സ്റ്റാൻഡേർഡ്സ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കുറച്ച് പണിയായിരുന്നു. ഒരു എന്താ പറയുക, സ്റ്റേറ്റ് വൈഡ് പിള്ളേരെല്ലാവരും കൂട്ടക്കരച്ചിലാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രശ്നമായതിന്റെ. ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോള് കണ്ടേ ഉള്ളൂ. ഏത് പേപ്പറാണ് ഏറ്റവും ടഫ് എന്ന് ചോദിച്ചാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനാണ് അറൌണ്ട് 78% വോട്ടും കിട്ടിയത്. 78% സ്റ്റുഡൻസ് വോട്ടഡ് ഫോർ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പം ആ വോട്ട് ചെയ്ത കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ ഇത് വ്യക്തമായിട്ടുള്ള കാര്യം, മാനേജ്മെന്റ് അക്കൗണ്ടിങ് കുറച്ച് അപ്രതീക്ഷിതമായി ടഫായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും RTPയും MQP ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പണിയായിരുന്നു. അതൊക്കെ വിട്. അപ്പോൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഇന്റർമീഡിയറ്റ് എസ്പെഷ്യലി 2 ഗ്രൂപ്പും കൂടെ എഴുതിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിലുള്ള തോട്ട് സ്ക്രീനിൽ കാണുന്ന സാധനമായിരിക്കും പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇത് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് കൺഫ്യൂഷനാണ് പിള്ളേർക്ക് എല്ലാവർക്കും. അപ്പം ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കാൻ പോലും ഞാൻ അവിടെ കാണുന്നൊരു പ്രശ്നമാണ്. കുട്ടികളെല്ലാവരും എന്നോട് ഞാൻ ചോദിക്കുന്നത്, സാറേ എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, ഓപ്പർച്യൂണിറ്റീസ് എവിടെയെങ്കിലും ഉണ്ടോ? യെസ്. അപ്പം ഞാൻ അങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളെ വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം മിനിഞ്ഞാന്ന് എന്നോട് സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഇന്നലെ എന്നോടൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചു. മിനിഞ്ഞാന്നും ഇന്നലായിട്ട് ഷനൂഫ്, മലപ്പുറത്തുനിന്ന് ഷനൂഫാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചതിനെ പറ്റിയിട്ട് എങ്ങനെ സാറേ ചെയ്യാൻ റെസ്യൂമൊക്കെ എനിക്ക് അയച്ചു തന്നു. പിന്നെ ഒരു 3-4 പേര് ചോദിച്ചു. ഇന്ന് എന്നോട് നിഖിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റുഡൻറ്റ് ഫ്രം ചങ്ങനാശ്ശേരി ചോദിച്ചു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും വീഡിയോ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇന്ന് വീട്ടിലെത്തിയോടെ തന്നെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് വീഡിയോ ചെയ്യണത്. സോ ഇന്നത്തെ ഡേറ്റ് ഇസ് 24th June. അപ്പോൾ ഇന്ന് ചെയ്യണ വീഡിയോ 24th June ആണിത്. അപ്പോൾ ഐ ബി അപ്ലോഡിങ് ടുഡേ ചിലപ്പോൾ. ഓക്കെ, റൈറ്റ്. എന്താണ് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്, എങ്ങനെയാണ്, എവിടെയാണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്താണത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, പിന്നെ ഇതിൻ്റെ കുറേ സ്റ്റെപ്സ്. ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനൊക്കെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ഫുൾ ക്ലാരിറ്റിയോടെ തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റാണിത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ICMA.in. അതിൽ സ്റ്റുഡൻസിൻ്റെ ഏരിയ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ വെബ്സൈറ്റിലേക്ക് മാറുന്നു നമ്മൾ. ഇത് സ്റ്റുഡൻസ് വെബ്സൈറ്റായി. സ്റ്റുഡൻസ് വെബ്സൈറ്റിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ട്രെയിനിങ് എന്ന് പറയുന്ന ഏരിയ ക്ലിക്ക് ചെയ്യുക. ട്രെയിനിങ് എന്ന് പറയുന്ന ഏരിയയിൽ താഴത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ പല ട്രെയിനിങ് കൂടെ കിടക്കുന്നുണ്ട്. ദ സ്കിൽസ് ട്രെയിനിങ്, ഇൻഡസ്ട്രി ഓറിയന്റഡ് ട്രെയിനിങ് പ്രോഗ്രാം, പ്രാക്ടിക്കൽ ട്രെയിനിങ്, CSS ആൻഡ് കമ്പ്യൂട്ടർ ട്രെയിനിങ് ഫോർ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ഒക്കെ പലതും കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാരണം ഞാൻ അത് ക്ലിക്ക് ചെയ്യാൻ പോകണം. അത് ക്ലിക്ക് ചെയ്തു. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒരു പേജിലേക്ക് വന്നു. ഇവിടെ പറഞ്ഞിരുന്നത് എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഈ ബിസിനസ് സ്റ്റഡീസ് നമ്മൾ തിയറി പഠിക്കുന്ന കുറേ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫോംസിൻ്റെ കാര്യമോട് പറയുന്നുണ്ട്. നോ, നിങ്ങളിത് എങ്ങനെ ട്രെയിനിങ് ചെയ്യണം, ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് ഗോ ടു പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്കീം. ഇത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഓൾഡ് അല്ല, ന്യൂ ആണ്. ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്കീം ആസ് പെർ 2020 സ്കീം 2020 മുഴുവൻ കഥ ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, എത്ര നാൾ ചെയ്യണം? 15 months. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് 6 മാസം മതിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. എന്താണ് ഒബ്ജക്റ്റീവ്സ്? നേരത്തെ കണ്ട ബിസിനസ് സ്റ്റഡീസിന്റെ തിയറി എന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെ ചെയ്യാം. ഓർഗനൈസേഷൻസ് റെക്കഗ്നൈസ്ഡ് ഫോർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. നമ്പർ 1, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ട്രെയിനി ഷാൽ അണ്ടർഗോ പ്രാക്ടിക്കൽ ട്രെയിനിങ് അണ്ടർ നമ്പർ 1 ഒന്നിനോ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫേം, കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ ഒരു ഫേം. 3, ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ്. ഇനി ഒരു ലിസ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ, സ്റ്റേറ്റ്, സെമി ഗവൺമെന്റ്, പബ്ലിക് യൂട്ടിലിറ്റീസ്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, യൂണിവേഴ്സിറ്റീസ്, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർ അതർ റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, NGOs. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യം അടുത്തത് കിടക്കണേ. ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ കമ്പനി സെക്രട്ടറീസ്. CA-കാരെ CSR ഫേമിൽ പറ്റും, പക്ഷേ നിർബന്ധമായും ദേ ഷുഡ് ഹാവ് എ സെപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഡിവിഷൻ. ആൻഡ് if the applicant has exclusively worked in that division, ആ ഡിവിഷനിൽ തന്നെ വർക്ക് ചെയ്യണം. Credence to such services given on percentage basis depending on the nature of job related with, അതായത് ആ ഡിവിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ your nature of job is believed to be costing അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ടാക്സേഷൻ, MIS or of similar nature. സൈസ് ഓഫ് ദ ഫേം, നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് ഹാൻഡിൽ ബൈ ദി ആപ്ലിക്കന്റ്, സൈസ് ഓഫ് ദ ക്ലയന്റ് കമ്പനീസ് എക്സെട്ര. അതായത് ഈ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ എങ്ങനത്തെ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യണം, കോസ്റ്റിംഗ്, ടാക്സിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഒരു വളരെ കീ ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്.
CA/CS articleship will not be set off or entertained or not recognized for CMA practical training. നിങ്ങൾ CA സ്റ്റുഡൻ്റ് ആണ്, CAക്ക് ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് CMAയിൽ കണക്കാക്കില്ല. നെക്സ്റ്റ്, ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ചെയ്യാം. മൂവ്സ് ഇൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഡിപ്പെൻഡിംഗ് ഓൺ ദ സൈസ് ഓഫ് ദ ഫേം, നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ബൈ ദി ആപ്ലിക്കന്റ് റിലേറ്റഡ് വിത്ത് കോസ്റ്റ് മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, MIS നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് കൺസൾട്ടന്റ് എടുത്ത് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ചെയ്യാന്നുള്ളത്. ആൻഡ് ആഫ്റ്റർ എവറിത്തിങ് ദേ ഹാവ് മെൻഷൻഡ് എനി അതർ ഓർഗനൈസേഷൻ, ഇതിപ്പോൾ ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും ഒരു കമ്പനി വിത്ത് എ ടേൺ ഓവർ ഓഫ് 20 lakhs in case of service. സർവീസ് ആണ് 25 ലക്ഷം ടേൺ ഓവറും 50 ലക്ഷം ടേൺ ഓവർ ഇഫ് നോട്ട് സർവീസ്, പ്രൊഡക്ഷൻ ആണെങ്കിൽ. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുക എനി അതർ ഓർഗനൈസേഷൻ ആസ് അപ്രൂവ്ഡ് ബൈ അവർ കൗൺസിൽ. ഇപ്പം ഇത്രയും സ്ഥലങ്ങളിലാണ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഡൗട്ട് വരുന്ന മൂന്നാമത്തെ 6th പോയിന്റ് ആണ് ആൻഡ് 7th പോയിന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വർക്ക് ഏതൊക്കെ ഫീൽഡിലായിരിക്കണം എന്നുള്ളത് അപ്പൻഡിക്സ് ബിയിൽ പറയുന്നു. അപ്പൊ അപ്പൻഡിക്സ് എ പറഞ്ഞാൽ എവിടെയൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പൻഡിക്സ് ബി പറയുന്നു എന്തൊക്കെ വർക്കാണ് ചെയ്യാൻ. മാനേജ് അക്കൗണ്ടിങ്, കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ്, റെഗുലേറ്ററി, ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഏതാണ് നമ്മുടെ സിലബസ് മൊത്തം ഇവിടെ ഉണ്ട്. ആ സിലബസിലുള്ളതല്ലാണ്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഏരിയാസിലാണ് നമുക്ക് വർക്ക് ചെയ്യാവുന്നത്, നമ്മുടെ ട്രെയിനിങ് എടുക്കാവുന്നത്. ഇനി ആരാണ് അണ്ടർഗോ ചെയ്യേണ്ടത് പുതിയ സ്കീം പ്രകാരം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്യുന്നവർ. ഇനി ചില പെർട്ടിക്കുലർ ആൾക്കാർക്ക് എക്സംഷൻ കിട്ടും. ആ എക്സംഷൻ കിട്ടണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഇവിടെ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അത് ഓൾറെഡി സമ്മൺ ഹു ഹാസ് ബീൻ വർക്കിംഗ്, അത് ഇവിടെ ഒരു സ്റ്റുഡന്റ് ഹു ഹാസ് ബീൻ വർക്കിംഗ് ഓർ ഹു ഹാസ് വർക്ക്ഡ് ഈ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ അപ്പൻഡിക്സ് ബി പറയുന്ന സർവീസ്, അപ്പൻഡിക്സ് ബി പറയുന്ന ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സംഷൻ ട്രെയിനിങ് ക്ലെയിം ചെയ്യാവുന്ന ഒരു പരിപാടി ഇവിടെ പറഞ്ഞിരിക്കണേ. ഫോം T3 വെച്ച് ഇതിലേക്ക് വരാം. പ്രൊസീജിയർ ഫോർ ഇന്റിമേഷൻ ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ്, എങ്ങനെയാണ് ട്രെയിനിങ് കയറിയ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അപ്പൻഡിക്സ് എയിൽ പറയുന്ന ഒരു സ്ഥാപനത്തിൽ അപ്പൻഡിക്സ് ബിയിൽ പറയുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നമ്മൾ ഫോം T1 ഫയൽ ചെയ്യണം ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ കൂടെ കയറണമെങ്കിൽ, അല്ലെങ്കിൽ T4 ഫയൽ ചെയ്യണം വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ കയറണമെങ്കിൽ. കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ കൂടെ കയറിയാൽ T1 ഫയൽ ചെയ്യുക, വേറെ ആരെങ്കിലും ഇവിടെ കയറണമെങ്കിൽ T4 ഫയൽ ചെയ്യുക. ആൻഡ് ദിസ് ഹാസ് ടു ബി ഡൺ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്, വിത്തിൻ 30 days. ഓക്കെ, ഇനി ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ഫോം T5 ബിഫോർ അപ്ലൈ, ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പല്ല, പറഞ്ഞ തെറ്റിപ്പോയി. ഫൈനലിന്റെ എക്സാമിന് 2 ഗ്രൂപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മിച്ചമുള്ള ഗ്രൂപ്പ് ഒരെണ്ണം കഴിഞ്ഞു അടുത്തതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫോം T5 അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി എല്ലാ ഫോമും നമുക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റിന്റെ ലിങ്കിൽ കിട്ടും, എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും, നോ പ്രോബ്ലം അറ്റ് ഓൾ. ആൻഡ് ഫൈനലി, ഇൻ ഓർഡർ ടു ഹെൽപ് സ്റ്റുഡൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ഓൾസോ മെയിൻറ്റെയിൻ ഡേറ്റാബേസ് ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് ഫേംസ് ഇൻട്രസ്റ്റഡ്. ഇത് നമ്മളടുത്ത് കാണാൻ പോണതാ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏതൊക്കെ ഫേംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പിള്ളേരെ വേണമെന്ന് പറഞ്ഞിട്ട്, അതോടെ കാണാൻ പോകണം. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം, നമുക്ക് എംപ്ലോയറിനെ മാറ്റണം. വി വോണ്ട് ടു ചേഞ്ച് ഫ്രം വൺ എംപ്ലോയർ ടു അനദർ. നമ്മളൊരു ഫേമിൽ വേറെ ഫേമിലേക്ക് പോകണം. അപ്പൊ എന്താ പ്രൊസീജിയർ? The student shall inform any change in the principal or employer to the institute within 30 days. മാറിയിട്ട് 30 ദിവസത്തിൽ അറിയിക്കണം with all the relevant documents. ന്യൂ ഓൺലൈൻ T1 അല്ലെങ്കിൽ T4, പഴയ ആളുടെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ചേഞ്ച് ഓവർ ഫീസ് ഓഫ് ₹1000. പുതിയ ആളുടെ അടുത്തേക്ക് മാറി പുതിയ ആളുടെ അടുത്തുള്ള T1 അല്ലെങ്കിൽ പുതിയ ആളുടെ അടുത്ത് T4, ചേഞ്ച് ഓവർ ഫീസ് ഒരു 1000 രൂപ. Now, ശ്രദ്ധിച്ചേക്കുക, in case of change of principal or employer, that is students serving under different principal or employer, the accumulated period of training shall include training periods undergone with different employers, including days of leave availed as per rules, but not excess leaves. ഇത്രേ പറയുന്നുള്ളൂ. ഞാനൊരു ഫേമിൻ്റെ കൂടെ നിന്നു 10 മാസം നിന്നു. ഓക്കെ, 1 മാസം ലീവ് കൊടുത്തു, അലൗഡ് ലീവ്. വേറെ ഫേമിൻ്റെ അടുത്ത് പോയി ഞാൻ 5 മാസം നിന്നു, 1 മാസം ലീവ് കൊടുത്തു, അലൗഡ് ലീവ് ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫേമിനോട് എന്ന ഫുൾ 10 months ഇൻക്ലൂഡിംഗ് ദാറ്റ് ലീവ്, സെക്കൻഡ് ഫേമിനോട് എന്ന ഫുൾ 5 months വിത്ത് ദാറ്റ് ലീവ് എൻ്റെ ഫുൾ ട്രെയിനിങ് പ്രോഗ്രാമിന് കണക്കാക്കും. മനസ്സിലായോ? അപ്പോൾ 10, 5, 15 മാസം എനിക്ക് അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ലീവ് ഉൾപ്പെടെ അനുവദനീയമായ ലീവാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ ആ ലീവ് ഉൾപ്പെടെ 2 സ്ഥലത്തേയും കൂടെ ആഡ് ചെയ്തിട്ടാണ് എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം നോക്കേണ്ടത്. പക്ഷെ വേറെ ക്ലോസ് ഉണ്ട്, നോട്ട് മോർ ദാൻ 3 changes ഷാൽ ബി അലൗഡ്. ഒരാളുടെ അടുത്ത് ചാടി വേറൊരു അടുത്ത് പോയി, വേറൊരു അടുത്ത് ചാടി വേറൊരു അടുത്ത് പോയി. ഇനി ചേഞ്ച് ഓവർ ഒരു തവണയും കൂടെ സംഭവിക്കും. 3 തവണ ചേഞ്ച് സംഭവിക്കും, 3 changes സംഭവിക്കും. 3 ചേഞ്ചസിനെക്കാട്ട് സമ്മതിക്കില്ല വിത്തിൻ എ പീരീഡ് ഓഫ് 15 months. സ്റ്റൈപ്പൻഡിന്റെ കാര്യം ഇവിടെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ലീവൊക്കെ എങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ലീവിന്റെ കാര്യങ്ങൾ, എക്സാം സംബന്ധിച്ചുള്ള ലീവിന്റെ കാര്യങ്ങളൊക്കെ. അത് എല്ലാ മാസവും ഒരു ലീവ്, 1 day ലീവ് പെർ മന്ത് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് പേ കട്ടൊന്നും ഉണ്ടാവില്ല, വിത്ത് പേ ആണത്. പിന്നെ പറയുന്നത് മൊത്തം ഒരു 60 ദിവസം ലീവ് ഫോർ ദ ഫുൾ പീരീഡ് ഓഫ് ട്രെയിനിങ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ പേ ഉണ്ടാവുന്നതായിരിക്കില്ല. വർക്കിംഗ് അവേഴ്സിന്റെ കാര്യം പറയുന്നു, പിന്നെ എത്ര ആർട്ടിക്കിൾസിന് എടുക്കാന്നുള്ള കാര്യം, ട്രെയിനീസിന് എടുക്കാന്നുള്ളതും പറയുന്നു. അപ്പോൾ സ്കീം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. Now let's go back. പ്രാക്ടിക്കൽ സ്കീം കണ്ടു. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യവും വൃത്തിയായിട്ട് പറഞ്ഞുതരുന്നുണ്ട് ഇവിടെ. ഓരോ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതിനെ ഫില്ല് ചെയ്യേണ്ടതും എവറിത്തിങ് ഇസ് മെൻഷൻ ഹിയർ. വെരി സിമ്പിൾ. ഓക്കെ,
സോ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാണേ. ട്രെയിനിങ് ലോഡാവൂ. യെസ്, ഇനി കാണാൻ പോകുന്നതാണ് ലിസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡിങ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ആൾക്കാരെ വിളിക്കുന്നത് എന്നുള്ളത് ചോദിച്ചത്. ഇപ്പോൾ ഈ ഒരു ഫോമാണ് എനിക്ക് നിഖിൽ അയച്ചു തന്നത്. നിഖിൽ അയച്ചിട്ട് സാർ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പോഴേ റിമൈൻഡഡ് ഇത് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഈ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് 23-24 എടുക്കുക. അപ്പോൾ ഒന്ന് ഓർക്കുക, ഇത് 23-24 ആണ്. അപ്പോൾ ദിസ് മൈറ്റ് നോട്ട് ബി ദ ലേറ്റസ്റ്റ്. എനിക്കൊണ്ട് 24-25 വരണം. 24-25 എനിക്ക് ലേറ്റസ്റ്റ് അത് വരാൻ കിടക്കുകയാണ്. ഇപ്പോൾ 23-24 പക്ഷേ നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലാവുന്ന സംഗതി എന്നുള്ളത്, ഇപ്പോൾ 23-24 ഇന്ത്യ ഒട്ടാകെയുള്ള ഇതിപ്പോൾ 172 പേജ് വരുന്ന ഫയലാണ്. സകല സ്റ്റേറ്റുകളുടെയും റിക്വയർമെന്റ് ഇവിടെ പറയുന്നുണ്ട്. ചോദിച്ചേക്കണ എംപ്ലോയേഴ്സിന്റെ. ഇപ്പോൾ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശിൽ തുടങ്ങും. നമ്മൾ ABCDEFGHIJK കേരളയിലേക്ക് പോവുക. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ഡൽഹി D എത്തി, കേരളത്തിൽ G എത്തി. H കഴിഞ്ഞിട്ടാണല്ലോ. J കർണാടക, പിന്നെ കേരള. യെസ്, കേരള തുടങ്ങി. ഇപ്പോൾ കേരള സ്റ്റാർട്ടിങ് ഫ്രം 1669 ഇവിടെ നിന്ന് തുടങ്ങുന്നു. ആലപ്പുഴ ഡിസ്ട്രിക്ട് വെച്ച് തുടങ്ങണേ. അതിന് എല്ലാ ഡിസ്ട്രിക്റ്റിലെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, കോമഡി എന്ന് വെച്ചാൽ കേരളയുടെ സ്പെല്ലിംഗ് എഴുതി വെച്ചാൽ കെരേലാന്ന്, KERELA എന്ത് പറയാനാ. റൈറ്റ്, 1669 തൊട്ട് താഴത്തേക്ക് ആണെങ്കിൽ അപ്പോൾ ആദ്യം മൊത്തം ആലപ്പുഴയുടെ കാര്യം പറയുന്നുണ്ട്. ആലപ്പുഴയിലുള്ള എല്ലാ വേക്കൻസീസും പറയുന്നുണ്ട്. അതിൽ എത്ര വേക്കൻസീസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് കോളം നമ്പർ ഓഫ് വേക്കൻസീസാണ്. അവരുടെ ഇമെയിൽ ID വിത്ത് നമ്പർ ഓഫ് വേക്കൻസി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലും കാണുകയാണെങ്കിൽ, അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ നോക്കുക, എത്ര വേക്കൻസി എത്രയാണ് നോക്കുക, അതിനനുസരിച്ച് അവരോട് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ആലപ്പുഴ കഴിഞ്ഞാൽ ആലുവയായി. ആലുവ കഴിഞ്ഞ് അങ്കമാലി, ബാലുശ്ശേരി, കാലിക്കട്ട്. കാലിക്കട്ടിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് ഇട്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഇട്ടിട്ടുണ്ട്, നല്ലോണം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ, എവിടെ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് ചവറ, ചെങ്ങന്നൂരിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തെയും ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് യു ക്യാൻ ഡു ഇസ് ഈ കാണുന്ന ഇമെയിൽ IDസിലേക്ക് ഒരു ഇമെയിൽ അയക്കുക. സെൻഡ് ഒരു ഇമെയിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്. സോറി, ഇതും പറ്റി പിന്നെ പറയുന്ന ഇമെയിൽ IDയിലേക്ക് ഇമെയിൽ അയക്കുക. സാറേ ആവശ്യമുണ്ടോ, ആളെ ആവശ്യമുണ്ടോ, ഞാൻ ഇന്ന ആളാണ്, മെസ്സേജ്. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ ഒന്ന് ഓർക്കുക, വെനെവർ യു ആർ സെൻഡിങ് എൻ ഇമെയിൽ ആദ്യം തന്നെ ഡിയർ സർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇമെയിലിലെ സബ്ജക്റ്റ് വെക്കണമല്ലോ. സബ്ജക്റ്റ് വെക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് അറ്റ് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് യുവർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വയ്ക്കുക. സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഡിയർ സർ, ഞാൻ ഇന്ന ആളാണ്, മൈസെൽഫ് സോ ആൻഡ് സോ. ഇപ്പം എൻ്റെ പേര് പറയുകയാണെങ്കിൽ മൈസെൽഫ് നിഷാന്ത് രഘുനാഥ്, സ്റ്റുഡൻറ്റ് പർസ്യൂയിങ് CMA ഇന്റർമീഡിയറ്റ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഹു വാസ് ക്വാളിഫൈഡ് CMA ഇന്റർമീഡിയറ്റ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് awaiting റിസൾട്ട് ഫോർ CMA ഇന്റർമീഡിയറ്റ്, ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് അണ്ടർ യുവർ ഗൈഡൻസ് ഇൻ യുവർ ഓർഗനൈസേഷൻ. അങ്ങനെ പറഞ്ഞു ഹെഡർ വയ്ക്കുക. എന്നിട്ട് പറയാം, പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ് മൈ റെസ്യൂമേ ഫോർ യുവർ പെർയൂസൽ. സാറിന് വായിക്കേണ്ട എൻ്റെ റെസ്യൂമേ ഉണ്ട്, സാറ് നോക്കുക. ആൻഡ് മെസ്സേജ് ഒരു ലൈൻ കൂടെ, കൈൻഡ്ലി ഇൻഫോം ഇഫ് ദർ ഇസ് എനി വേക്കൻസി. ഐ എം വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ടു ജോയിനിങ് യുവർ ടീം ആൻഡ് ഗ്രോയിങ് വിത്ത് യു. അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളൊരു മെയിലിനൊരു കവറിംഗ് ലെറ്റർ 4-5 ലൈൻ വെക്കുക. ഇനി ഇത് എങ്ങനെ എഴുതാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സിമ്പിൾ, ഗോ ടു ChatGPT. ഇപ്പം തന്നെ കാണിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളത്. ChatGPT പോയി ഞാൻ പഠിച്ചു കൊടുക്കാൻ പോവാം. ഹായ്, I am a student of I am a CMA India student. I am a CMA India intermediate student who is looking for an opportunity to start my articleship training program. Okay, കാണാൻ പറ്റും ചെറുതായിട്ട് ഇതൊന്നും താഴ്ത്തട്ടെ. Okay, I am planning to apply to a CMA practicing CMA firm for the same. Kindly help me write an email inquiring about the opportunities and vacancies with the said firm. The name of the firm is ABC and Company.
എല്ലാം വന്നു, കണ്ടോ, സംഗതി കിട്ടി. ഇതിപ്പോൾ മൈ നെയിം ഇസ്, എൻ്റെ ഫുൾ നെയിമൊക്കെ, ആൻഡ് ഐ എം കറന്റ്ലി പെർസ്യൂയിങ് ഇന്റർമീഡിയറ്റ് കോഴ്സ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ കീൻ. ഇതെല്ലാം ഉണ്ടല്ലോ, കണ്ടില്ലേ, സിമ്പിൾ കേസല്ലേ, വേണ്ടതെല്ലാം കിട്ടില്ലേ. ഇത്ര ഉള്ളൂ, ChatGPT പോയാൽ കിട്ടാത്തൊന്നുമില്ല. പക്ഷെ ഇതേ മുഴുവൻ ലോഡായിട്ടില്ല കേട്ടോ, എന്തൊരു ഇതിങ്ങനെ അല്ല വരണ്ടേ. ഒന്ന് ഫുൾ ലോഡായി കഴിഞ്ഞാൽ ആ ഡോട്ട് മാറിയിട്ട് ഇവിടെ അടുത്ത് ടൈപ്പ് ചെയ്യാനുള്ള വരേണ്ടത്. പിന്നെ നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് വരുത്തണം. ഇപ്പോൾ പെർസ്യൂയിങ് മൈ ഇന്റർമീഡിയറ്റ് കോഴ്സ് അല്ല, ഇന്റർമീഡിയറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അങ്ങനെയും പറയാം, ക്വാളിഫൈഡ് ഇന്റർമീഡിയറ്റ്, അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഓഫ് ക്വാളിഫൈങ് ഇന്റർമീഡിയറ്റ്, എങ്ങനെ വേണ്ട രീതിയിൽ നിങ്ങളത് പറയാം. ഓക്കെ, അപ്പോൾ അത്ര ഉള്ളൂ സംഗതി, വെരി ഈസി റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല എന്ന് തോന്നുന്നു, എല്ലാം പറഞ്ഞു. ആ ഫോംസിൻ്റെ കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്, ഫോം എല്ലാം ഇവിടെ ഉണ്ട്. ഫോം എല്ലാം ഡൗൺലോഡ് ചെയ്ത് അതിൽ നമുക്ക് എടുക്കാം. പിന്നെ റിക്രൂട്ടേഴ്സ് ഓൺ റിക്വസ്റ്റ് ലെറ്റർ, അത്രൂ സംഗതി ക്ലോസ്. ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് പ്രിപ്പയർ ചെയ്യുക. വെക്കുന്ന ഫോട്ടോയും യൂസ് ചെയ്യുന്ന ലേ ഔട്ടിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ചുമ്മാ കളർഫുൾ ഡിസൈൻസ് ഒന്നും കൊണ്ട് റെസ്യൂമയിൽ വെക്കരുത്. കീപ്പ് ഇറ്റ് സിമ്പിൾ, കീപ്പ് ഇറ്റ് ബേസിക്, കൺസൈസ്, ക്ലിയർ, കോംപ്രിഹെൻസീവ്. കോംപ്രിഹെൻസീവ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ഷുഡ് ബി കൺസൈസ്. നമ്മളെക്കുറിച്ച് പറയേണ്ടതൊക്കെ പറയണം, പക്ഷേ കഥ പോലെ പറഞ്ഞു പോരുത്. റെസ്യൂമയിൽ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഫോട്ടോ വെക്കുമ്പോൾ മേക്ക് ഷുവർ ഇറ്റ്സ് എ ഫോർമൽ ഫോട്ടോ. കാരണം ഓഫ് ലേറ്റ് ഹാവ് ബീൻ സീയിങ് സ്റ്റുഡൻസ് പുട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന പോലത്തെ ഫോട്ടോസിൽ തല മാത്രം വെട്ടിയെടുത്തിലൊക്കെ വെക്കാൻ കണ്ടിട്ടുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. ബി വെൽ ഗ്രൂംഡ്. ആ ഫോട്ടോയിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ ഗോ ടു സ്റ്റുഡിയോ, ഗെറ്റ് എ ഫോട്ടോ ടേക്കൺ. വലിയ ചിലവൊന്നുമില്ല ഒരു സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. ഓക്കെ, ആ ഫോട്ടോ എടുത്ത് അങ്ങനെ തന്നെ ഫോട്ടോ വെക്കുക. പിന്നെന്താണ് വേറെ ഉണ്ടെന്ന് പറയാനായിട്ട്? ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ പരിചയമുള്ള ഫോംസിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രാക്ടീസിങ് നമ്മുടെ സെയിമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന മെമ്പേഴ്സിനൊക്കെ കിട്ടും. ആ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ആ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടാൽ ഫോൺ നമ്പർ എടുത്തിട്ട് അതിനടുത്ത് അവരെ വിളിക്കുകയോടെ ചെയ്യും. ജസ്റ്റ് ഗിവ് ദം എ കോൾ ആൻഡ് ആസ്ക്. പക്ഷെ അത് വേണമെന്ന് ഞാൻ പറയില്ല, ഇമെയിൽ അയച്ചാൽ മതി, വിളിക്കണ്ട. ഞാൻ കാണിച്ചിട്ടില്ല നമ്പർ എടുത്ത് വിളിക്കണം, അത് ചെയ്യേണ്ട. ഇമെയിൽ തന്നെ അയച്ചത്, അതാണ് കുറച്ചുകൂടെ പ്രൊഫഷണൽ വേ ടു ഹാൻഡിൽ തിങ്സ്. ഓക്കെ, യെസ്, അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. അപ്പം ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയ ഞാൻ എൻ്റെ വീഡിയോസിൽ കവർ ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ച് ചെയ്യാം. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഷനൂഫ് ആൻഡ് നിഖിൽ ഫോർ ബ്രിങ്ങിങ് ദിസ് ടു മൈ നോട്ടീസ് വൺസ് അഗൈൻ. ഈ വീഡിയോ ചെയ്യണമെന്നുള്ളത് മറന്നു നടക്കായിരുന്നു ഞാൻ. താങ്ക് യു സോ മച്ച് മൈ ഡിയർ വൺസ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് എന്തെങ്കിലും ഞാൻ ചെയ്തു തരുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഹാപ്പി ഡു ഇറ്റ് ഫോർ യു. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ, ടാറ്റ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ദിസ് ഇസ് നിഷാന്ത് രഘുനാഥ് സൈനിങ് ഓഫ്.